ഇനി വരുമ്പോൾ അത് പെരിയ കോവിലാവട്ടോ. ആ ആവട്ടോ. കണ്ടിപ്പാ 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 വരുവേ. അയ്യ പറഞ്ഞത് കേട്ടില്ലേ, 2 ദിവസമായിട്ട് ഞങ്ങൾ നല്ല കോണ്ടാക്ട് ആയി, നല്ല പരിചയത്തിലായി. ഇപ്പോൾ ഇനി വരുമ്പോൾ വീണ്ടും ഇവിടെ കയറണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ വരുന്നുണ്ടാവും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ക്ഷേത്രമാണ്, മാരിയമ്മൻ്റെ കോവിലാണിത്. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലല്ല, ശരിക്കും ഒരു വീട് പോലെ തന്നെയാണ്. ഒരു വീട് എന്ന് വേണം തന്നെ പറയാനായിട്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ താമസവും മകൻ്റെ താമസവും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ്. എല്ലാ ദിവസവും വൈകിട്ട് രാത്രി 7 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് 3-4 പേര് വരുന്നുണ്ട്. ഞാൻ വന്ന ദിവസം ഒരു 6-7 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ തന്നു. 2 ദിവസം അടിപൊളിയായിട്ടുള്ള സുഖമായിട്ടൊക്കെ ഉറങ്ങാനൊക്കെ പറ്റി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അയ്യായിക്ക് ചെറിയൊരു ദക്ഷിണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം കാണണമെന്നും അകത്ത് കയറി തൊഴണം എന്നുള്ള നമ്മുടെ വലിയൊരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് തെങ്കാശി റൂട്ടിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ധാരാളം ഓലമേഞ്ഞ കടകൾ കാണാൻ സാധിക്കും. അത് ആർഭാടത്തിന്റെ അല്ല, ശരിക്കും അവർക്ക് ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. പണ്ട് കാലത്ത് പഴനി യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഓലമേഞ്ഞ കടകളായിരിക്കും ഉള്ളത്. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓലയൊക്കെ മാറി സാധാരണ രീതിയിലുള്ള കടകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരുനെൽവേലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തിരുനെൽവേലി ഹൽവയാണ്. കൂടാതെ തന്നെ നെല്ലയ്യപ്പർ കോവിൽ എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രം ഇവിടെയുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തോട് ചേർന്നാണ് ഇവിടെ ഒരു ഇരുട്ട് കട എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉള്ളത്. തിരുനെൽവേലി ഹൽവ കിട്ടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. പേര് പോലെ തന്നെ ഷോപ്പ് നല്ല ഫേമസ് ആണ്. അതുപോലെ തന്നെ രാത്രി മാത്രമാണ് ഓപ്പൺ ആകുന്നത്. നല്ല തിരുനെൽവേലി ചൂട് ഹൽവ ഇവിടുന്ന് കഴിക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ഹൽവയാണ്. അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.